തിരുവനന്തപുരം വിമാനത്താവളത്തിന് ഡ്രോൺ ആക്രമണമെന്ന ഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. വിമാനത്താവളവും പരിസരവും അതീവ ജാഗ്രതയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത, ഈ ഭീഷണി സന്ദേശത്തിന്റെ ഉറവിടം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? പ്രശാന്ത ചേർന്നുണ്ട്. പ്രശാന്ത, ഈ ഒരു ഭീഷണി സന്ദേശം എവിടെ നിന്നാണ് ലഭിച്ചത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? വിഷ്ണു, ബാംഗ്ലൂർ വിമാനത്താവള അധികൃതർക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ബാംഗ്ലൂർ, ചെന്നൈ, അതോടൊപ്പം കേരളത്തിലെ വിമാനത്താവളങ്ങളിലും ഡ്രോൺ ആക്രമണം നടത്തുമെന്നാണ് സന്ദേശത്തിൽ പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ബാംഗ്ലൂർ വിമാനത്താവള അധികൃതർ സന്ദേശം കേരളത്തിലെ വിമാനത്താവളങ്ങളിലേക്കും നൽകുകയുണ്ടായി. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ പരിസരത്തും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഭീഷണി സന്ദേശത്തിന്റെ ഉറവിടം നിലവിൽ വ്യക്തമായിട്ടില്ല. ആരാണ് ഇത് അയച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഈ ഒരു ഭീഷണി സന്ദേശത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടി എന്നതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വിമാനത്താവളങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് വിമാനത്താവളങ്ങളിലും സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം സുരക്ഷാ അവലോകനവും യോഗവും ചേർന്നിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഭീഷണിയാവാം, ഈ ഭീഷണി സന്ദേശം വ്യാജമാകാം എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായിട്ട് നിലവിൽ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെയും പലതവണ ഇത്തരത്തിൽ രാജ്യത്തെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് സുരക്ഷാ ഭീഷണി ഉണ്ടായിട്ടുണ്ട്. ഈ പ്രകാരം ഇമെയിൽ സന്ദേശങ്ങൾ വഴി ഉണ്ടായിട്ടുണ്ട്. ബോംബ് ഭീഷണിയും അതോടൊപ്പം തന്നെ ഈ ഡ്രോൺ ആക്രമണങ്ങൾക്ക് ഉണ്ടാകുമെന്നൊക്കെയുള്ള സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് അത് വ്യാജമാണെന്ന് തെളിയുകയും ചെയ്തു. സമാനമായ സാഹചര്യമായിരിക്കാം എന്നാണ് ഇപ്പോഴും പോലീസും വിലയിരുത്തുന്നത്. ഏതായാലും ജാഗ്രതയ്ക്ക് ഒട്ടും കുറവില്ല. ഇത്തരത്തിലുള്ള സന്ദേശം വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഒരു മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. വിഷ്ണു. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.